പിതാവ് നല്ലൊരു അടിസ്ഥാനം കണ്ണൂർ പാകിയിട്ടാണ് പിന്നീട് 2012 കോഴിക്കോടേക്ക് വരുന്നത്. കോഴിക്കോട് നമുക്കറിയാം വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമേറിയ ഒരു രൂപത തന്നെയാണ്. ഇപ്പോൾ ഒരു 11 വർഷം പിന്നിടുമ്പോൾ കോഴിക്കോടിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, കോഴിക്കോടിന്റെ സാംസ്കാരിക സാമൂഹിക തലങ്ങളിൽ വരെ പിതാവിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് കഴിഞ്ഞു. ഈ കോഴിക്കോടിൽ നിന്ന് പിതാവിന് ലഭിച്ച, പ്രത്യേകിച്ച് വൈദികരുടെ ഭാഗത്തുനിന്ന്, അവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന്, പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് പിതാവിന് ലഭിച്ച ആ ഒരു പിന്തുണയും ആ ഒരു സ്നേഹവും അതൊന്ന് പങ്കുവയ്ക്കും. കോഴിക്കോടും ഏതാണ്ട് കണ്ണൂർ ലഭിച്ച പോലെയുള്ള ഒരു സ്വീകരണം എനിക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ളൂ. ജാതി മതഭേദമന്യേ നമ്മളോട് സ്നേഹമാണ്. നമ്മളെ കാണാൻ വരും, സംസാരിക്കും. പുറത്തു പോയാലും അവർക്കൊക്കെ വലിയ കാര്യം നമ്മളെയൊക്കെ. ചിലർക്കൊക്കെ ഇപ്പം മുസ്ലിംസ് ആയാൽ ഹിന്ദുക്കളായാൽ അവരെ പരിപാടിക്ക് നമ്മൾ ചെല്ലണമെന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഒന്ന് ചെന്ന് കിട്ടിയാൽ മതി, ഒന്ന് അവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പൊയ്ക്കൊള്ളാൻ പറയും. ചിലപ്പോൾ നമുക്ക് 3-4 പരിപാടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയും അത് വരാൻ പറ്റില്ല. അല്ല, തിരുമേനി ഒന്ന് വരണം, വന്നൊന്ന് ഇരുന്നാൽ മതി, ഒന്ന് ഇരുന്നിട്ട് പോര്. അപ്പം അതുപോലത്തെ ഒരു അപ്രോച്ച്, അതുപോലത്തെ ഒരു മനോഭാവം അവിടെയുള്ള മനുഷ്യർക്കുണ്ട്. നമ്മളെ അംഗീകരിക്കുക, നമ്മളെ സ്വീകരിക്കുക. അതൊരു മതത്തിൻ്റെ പ്രതിനിധി എന്ന പേരിൽ മാത്രമല്ല, എന്തോ അവർക്കൊരു നല്ല ഒരു മനുഷ്യനാണ്, ഈ മനുഷ്യനെ നമുക്ക് കൊണ്ടുവന്ന് നല്ലതാണെന്നുള്ള ചിന്ത അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ വൈദികരുടെ ഭാഗത്തുനിന്ന്, സന്യസ്തരുടെ ഭാഗത്തുനിന്ന്, അൽമാരുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല സഹകരണമാണ്. അങ്ങനെ എന്നെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ വിമർശിക്കാനോ ഒച്ച വയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. അതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ കഴിവല്ല. അത് ഒന്ന് ദൈവം അങ്ങനെ ആക്കി തീർക്കുന്നു, 2 ആ മനുഷ്യരുടെയൊക്കെ നല്ല സ്വഭാവങ്ങൾ, അവരുടെ ക്വാളിറ്റി നല്ലതാണ്. അങ്ങനെ മെത്രാന്മാരൊന്നും വിമർശിക്കേണ്ട, മെത്രാന്മാരെ ചീത്ത പറയണ്ട, മെത്രാന്മാരെ എടുത്ത് പോയി ഒച്ചെടുക്കണ്ട, അങ്ങനെയൊന്നും വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പൊതുവേ നമ്മൾ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. അവിടെ വന്നേ പിന്നെ നല്ല ബന്ധത്തിലാണ്. അതൊരു നല്ലൊരു നമ്മൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന നല്ല ബന്ധങ്ങളാണല്ലോ, സ്നേഹബന്ധങ്ങളാണ്. ആ സ്നേഹബന്ധങ്ങൾ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ളവരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് അങ്ങനെ പോകുന്നെന്ന് പറയുന്നത്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇവിടെ സ്വർഗമാണെന്നല്ല ഞാൻ പറയണത്. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരാളെന്നെ ചീത്ത വിളിച്ചെന്ന് വിചാരിക്കുക, അത് ഞാൻ ചീത്തയായിട്ടെടുത്ത് അവനെ വെറുത്ത് നടന്നാലും അതിൽ കാര്യമില്ല. അതേസമയം ഞാൻ വിചാരിക്കുകയാണ് അവനെന്തോ പറ്റി, അവനോടങ്ങ് ക്ഷമിച്ചു ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കാം നമുക്ക്, അല്ലേ? അപ്പൊ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം നമുക്കെതിരെയാണെന്നുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു പിതാവ് ഇപ്പോൾ പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ 26ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സമകാലിക സംഭവവികാസങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ 25 വർഷം മുമ്പുള്ള കേരളത്തിലെ ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ അവസ്ഥയല്ല ഇന്ന് ഇപ്പോഴത്തെ ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പിതാവ് 25 വർഷക്കാലം കേരള രാഷ്ട്രീയത്തെയും കേരളത്തിന്റെ പൊതുസമൂഹത്തെയും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിന് ശേഷം ക്രൈസ്തവ സമുദായത്തിന് നേരെ വളരെ വലിയ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ സമുദായത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും രാഷ്ട്രീയക്കാര് പഴയ പോലെ ഒരു വേണ്ടത്ര ഒരു പരിഗണന നൽകുന്നില്ല എന്നൊരു ആശങ്ക വളരെയധികം ശക്തമാണ്. എന്തുകൊണ്ടാണ് പിതാവ് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മളവരെല്ലാവരും ഒന്നും വലിയൊരു കണക്കിലെടുക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളൊരു ഫോഴ്സ് ആണെന്ന് അവർക്ക് തോന്നുന്നില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വിഭാഗങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. ഇവർ തെറ്റി നിൽക്കണമെന്ന് അവർക്കറിയാം. ഇവരൊക്കെ ഇത്രയ്ക്ക് ചെയ്യാൻ പോകുന്നുള്ള അവർക്കറിയാം. അതേസമയത്ത് ഒരു ഇഷ്യൂ വരുമ്പോൾ കേരളത്തിലുള്ള ക്രൈസ്തവരെല്ലാം ഒരുമിച്ച് നിന്ന് പട പൊരുതുകയാണെങ്കിൽ, പട നയിക്കുകയാണെങ്കിൽ എല്ലാവരും മുട്ടുമുടക്കും. നമ്മൾ പറയുന്നിടത്ത് അവർ വരും. പക്ഷെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുള്ള ആ ഐക്യം, ആ സ്നേഹം, ആ കൂട്ടായ്മ നമ്മൾ വാക്കുകളിലൊക്കെ ഉള്ളൂ, പ്രവൃത്തിയിലൂടെ കാണിക്കുന്നില്ല. ഇപ്പോൾ ലത്തീൻ സഭയുടെ വഴിക്ക്, സുറിയാനി സഭയുടെ വഴിക്ക്,
മലങ്കര സഭ വഴി, ഓർത്തഡോക്സ്, യാക്കോബ് എല്ലാവരും, യാക്കോബ് സഭ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ വഴികളിലൂടെ അവർ പോവുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം നമ്മൾ തമ്മിലുള്ള ഐക്യമാണ്. അത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ തന്നെയുണ്ട്. നമ്മളൊന്നായിരിക്കുന്ന പോലെ ഇവർ ഒന്നായിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അത് ചങ്ക് ഉരുകി കരളുരുകി പ്രാർത്ഥിച്ചതായിരിക്കും അന്ന്. മരണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയാണത്. അപ്പോൾ വരാനിരിക്കുന്നതെല്ലാം കണ്ടു യേശു. ഈ വിഭജനവും ഇതെല്ലാം കണ്ടിട്ടാണ് വരാനിരിക്കുന്ന ചരിത്രത്തിൽ മുഴുവൻ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, നമ്മളൊന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കേണ്ടത്, ഇവരൈക്യത്തിൽ നിലനിർത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തിരിച്ചെടുക്കേണ്ടത് ഈ യൂണിറ്റി, ഈ ഐക്യം, ഈ കമ്മ്യൂണിയൻ, ഇതെല്ലാമാണ്. നമ്മളിപ്പോൾ ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പസ്തോലികമാണ് സഭ. പക്ഷെ നമുക്ക് തോന്നുന്ന പോലെ നിൽക്കാം. അങ്ങനെയുള്ളൊരു ചിന്തയുണ്ട് നമുക്ക്. നമ്മൾ പറയില്ല യൂണിഫോമിറ്റി ഇല്ല ആവശ്യം, ബട്ട് യൂണിറ്റിയാണ് ആവശ്യം. യൂണിഫോമിറ്റി വേണ്ട, യൂണിറ്റി എങ്കിലും വേണ്ടേ? അപ്പം അത് വേണം. പക്ഷെ ചില സമയങ്ങളൊക്കെ നോക്കുമ്പോൾ, എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ മെത്രാന്മാർ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു സഭകളിലുള്ള വ്യക്തികളൊക്കെ എന്നോട് വ്യക്തിപരമായിട്ടും വളരെ സ്നേഹമാണ്. എനിക്കൊരു ദുരനുഭവം ഒരിക്കൽ പോലും മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ അവർ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പല പരിപാടികൾക്ക് എന്നെ വിളിക്കും. എന്നെ സ്നേഹിച്ച് വിളിച്ചിട്ട് അച്ഛന്മാരായാലും എല്ലാവരും അവിടെ ചെന്ന് കണ്ടാലും അവർ ഓടി വന്ന് നമ്മളെ ഗ്രീറ്റ് ചെയ്യും, നമ്മൾ സംസാരിക്കും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ അനുഭവം എനിക്ക് നല്ലതാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കണം. ആ ചിന്ത ഇങ്ങനെയാണ്, നമ്മളൊന്ന് ഐക്യത്തിൽ ജീവിക്കാനായിട്ട് നോക്കണം. നമ്മൾ ഇവിടെ നടക്കുന്ന പല ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം, മുനമ്പം, അതുപോലെ ഇവിടെ നടക്കുന്ന ഡ്രഗ് അബ്യൂസൊക്കെ, അതുപോലെ തന്നെ നമ്മളുടെ വനംപ്രദേശങ്ങളിൽ നടക്കുന്ന, വനംപ്രദേശത്തിന് അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, ഈ ദിവസങ്ങളിൽ തന്നെ നിരവധി പേര് മരിച്ചു. അപ്പൊ ഇതിനൊക്കെ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം, കൂട്ടായിട്ട് നമ്മൾ നിന്നുകൊണ്ട് അത് നടത്തണം എന്ന് പറഞ്ഞാൽ നടത്താൻ പറ്റുന്ന ഗവൺമെന്റ് ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പൊ നമ്മളെ കാര്യമായിട്ട് ആരും എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിതാവ്, പ്രത്യേകിച്ച് കേരളത്തിലെ ലത്തീൻ സമുദായം നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ പിതാവ് ധീരമായിട്ടുള്ള നിലപാടുകൾ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ലത്തീൻ സമുദായത്തിന് ഇപ്പം രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ വിവിധ മണ്ഡലങ്ങളിൽ നിർണായകമായിട്ടുള്ള സ്വാധീന ശക്തിയുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ ആ ഫലം നിർണ്ണയിക്കുന്നതിൽ ലത്തീൻ സമുദായം വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഒരു വോട്ട് ബാങ്കായി ലത്തീൻ സമുദായത്തെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നു എന്നൊരു പരിഭവം അങ്ങേക്കുണ്ടോ? നമ്മളുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരു പാർട്ടിയുണ്ട്. ഇപ്പോൾ CPIM ആണെങ്കിൽ, CPI ആണെങ്കിൽ, കോൺഗ്രസ് ആണെങ്കിൽ, BJP ആണെങ്കിൽ, ഈ പാർട്ടിയിൽ അവർ നിൽക്കുമ്പോൾ ആ പാർട്ടി പറയുന്നതാണ് പ്രമാണം. പിന്നെ അവിടെ നമ്മൾ മെത്രാന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് അവർ പറഞ്ഞ കേൾക്കും, നമ്മുടെ എതിർപ്പൊന്നും പറയില്ല. പക്ഷെ വോട്ട് കുത്താൻ പോകുമ്പോൾ അവരുടെ പാർട്ടിക്ക്, അവർ കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കേ ചെയ്യുള്ളൂ. അപ്പം ഇന്ന് ഇവരൊക്കെ ഈ സ്വാധീനിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതേസമയം നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ തന്നെ എടുത്തിരിക്കുന്ന ഒരു തത്വം ഇതാണ്: പ്രശ്നാധിഷ്ഠിതവും മൂല്യാധിഷ്ഠിതവും അതിലടിസ്ഥാനമാക്കിയുള്ള എന്താ പറയുന്നത് ഒരു സമദൂര സിദ്ധാന്തമാണ്. അപ്പോൾ സമദൂരമുണ്ട്, മൂല്യാധിഷ്ഠിതമുണ്ട്, പ്രശ്നാധിഷ്ഠിതമുണ്ട്. ഇതൊക്കെ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ആ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എത്രയോ ആളുകൾ അത് എടുക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മളുടെ കാൻഡിഡേറ്റ്സ്, പ്രത്യേകിച്ച് ലത്തീൻ കാൻഡിഡേറ്റ്സ് നിൽക്കുമ്പോൾ അവർ ജയിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പല മണ്ഡലങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് നിയമസഭയിൽ അതുപോലെ തന്നെ നമ്മളുടെ പാർലമെന്റിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും.
ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ രാഷ്ട്രീയത്തിൽ മാറി നിൽക്കുകയല്ല, രാഷ്ട്രീയത്തിൽ ഇടപെട്ട് രാഷ്ട്രീയത്തെ സംക്ഷിപ്തമാക്കാനായിട്ട് നോക്കണം. അല്ലാതെ രാഷ്ട്രീയം മുഴുവൻ ചീത്തയാണ്, രാഷ്ട്രീയം ചീത്തയാണെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്, രാഷ്ട്രീയക്കാരാണ് ഈ ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവരുന്നത്, രാഷ്ട്രീയക്കാരാണ് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത്, അവരുടെ പ്രതിനിധികളിൽ ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ വളരെ നിർണായകമായ സ്വാധീനം വഹിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ. അവര് ചീത്തയാണെന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. മറിച്ച് അവരിലേക്ക് ചെന്ന് നമ്മൾ അവിടെ നിന്ന് അതിനെ സംക്ഷിപ്തമാക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയം ഉണ്ടാകണം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇലക്ഷൻ സമയങ്ങളിലൊക്കെ ഇവർ വരുന്നത് അതിനു മുമ്പ് ഇവരൊന്നും ചെയ്യാറില്ല സാധാരണ. ആ സമയത്ത് ചെന്നാൽ മതി എന്നുള്ളതാണ് അവരുടെ വിചാരം. അവർക്ക് എങ്ങനെയായാലും വോട്ട് കിട്ടും. ഇപ്പോൾ ഒരു 100% വോട്ട് ഉണ്ടെങ്കിൽ 60% പേരെ വോട്ട് ചെയ്യാറുള്ളൂ, അല്ലേ? 40% പേര് വരുന്നില്ല. അവർക്ക് എതിരുള്ളവരായിരിക്കും. പിതാവ് നേരത്തെ സൂചിപ്പിച്ച വിഴിഞ്ഞം വിഷയം 2022 എന്ന് പറയുന്നത് കേരളത്തിലെ ലത്തീൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മറക്കാനാവാത്തൊരു വർഷമാണ്. അഭിമന്യ പിതാക്കന്മാർ ആ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നു. അഭിമന്യ നെറ്റോ പിതാവിനെതിരെയും ക്രിസ്താസ് പിതാവിനെതിരെയും ഇപ്പോഴും കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ലത്തീൻ സമുദായത്തിന്റെ മനസ്സിലൊരു ഉണങ്ങാത്ത മുറിവായിട്ട് ഇന്നും വിഴിഞ്ഞം സമരം അവശേഷിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സ്വീകരിച്ച ചില നടപടികളിൽ ഒരു വഞ്ചനാത്മകമായിട്ടുള്ളൊരു സമീപനം അവർ പുലർത്തിയിരുന്നു എന്നൊരു ആശങ്ക അങ്ങേക്കുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. മറിച്ച് ഇപ്പോൾ നമ്മളൊക്കെ ലോബിയിങ് ഒക്കെ നടത്തി ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇപ്പോൾ ബിഷപ്പുമാരുടെ തലത്തിൽ, അതുപോലെ നമ്മളുടെ ലത്തീൻ സഭയിലെ പ്രധാനപ്പെട്ട ആളുകൾ വഴിയൊക്കെ ആയിട്ട് നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, അതൊരു വലിയ മുറിവായിപ്പോയി. അത് ഞാൻ മുറിവ് ഉണക്കണം. ആ മുറിവ് ഉണക്കാൻ കഴിയുന്നത് ഭരണത്തിലിരിക്കുന്നവർക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് ബിഷപ്പുമാരുടെ പേരിൽ കേസ്, അതുപോലെ ആളുകളുടെ പേരിലുള്ള കേസ്, അതൊക്കെ ചിലതൊക്കെ കോടതി ചെന്നു. അപ്പം അതിന് സമയമെടുക്കും. പക്ഷെ ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, നമ്മൾക്ക് അനുകൂലമായ നിലപാടുകൾ അവർ എടുക്കുന്നുണ്ട്. അപ്പം അത് പതുക്കെ പതുക്കെ അങ്ങനെ എല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അതിനെ എതിർത്തിട്ടൊന്നും ഇനി വലിയ കാര്യമൊന്നുമില്ല. മറിച്ച് അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട നിഷ്കാസിതരായ വ്യക്തികളെ കുടിയിരുത്താൻ, അവർക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ഭരണത്തിലിരിക്കുന്നവരോട് ചർച്ച ചെയ്ത് നമ്മളവരെ സ്വാധീനിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഞങ്ങൾ ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ പോയിരുന്നു. ക്ലീമിഷ് പിതാവ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. പിന്നെ അന്ന് നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പിനെ വിളിച്ചതാണ്. റാഫേൽ തട്ടിൽ പിതാവിനെ വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അർജൻറ്റ് കാര്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പകരമായിട്ട് ചങ്ങനാശ്ശേരി രൂപതയിലെ തറയിൽ പിതാവിനെ അയക്കുകയാണ്. അപ്പം ഞങ്ങൾ 3 പേരുമാണ് മുഖ്യമന്ത്രിനെ കാണാൻ പോയത്. അന്ന് മുഖ്യമന്ത്രിയോട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സഭ നേരിടുന്ന, ലത്തീൻ സഭ മാത്രമല്ല ക്രൈസ്തവ സഭകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുന്നു. വളരെ അനുകൂലമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, എല്ലാം പറഞ്ഞു. പ്രധാനമായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒച്ചപ്പാടുണ്ടാക്കി. എന്തോ ഒരു വന നിയമം വരാൻ പോണെന്ന് പറഞ്ഞു. അത് ജനങ്ങൾക്കെതിരായിരിക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും ഒച്ചപ്പാടുണ്ടാക്കി അതിനെപ്പറ്റി. അപ്പൊ അത് അവർ പിൻവലിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞാൽ നമുക്കിപ്പോ ഭരിക്കുന്നവരോട് ഇങ്ങനെ സമരം ചെയ്തിട്ടും കാര്യമില്ല. മറിച്ച് നമ്മുടെ കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ വേണ്ടി നോക്കണം. നമ്മളിപ്പോൾ ഒരാളെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ നമുക്കൊന്നും തരില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിത്വങ്ങൾ പിന്നെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സത്യം പറയണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ഇതൊക്കെ ഈ പ്രസ്താവനകളെക്കാളും കൂടുതലായിട്ട് നമ്മൾ ഡയലോഗിന് തയ്യാറാണ്. അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. വെറുതെ പത്രത്തിലോ അതുപോലെ ഇതിലൊക്കെ വന്നതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല.
അപ്പൊ ആരെയും വെറുപ്പിക്കാൻ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവരെ നമ്മളുടെ കൂടെ നിൽക്കാനും നമ്മളെ അനുകൂലിക്കാനും പ്രേരിപ്പിക്കുക, അല്ലേ? അതെ അതെ അതും അത് തന്നെയല്ല. ഞാൻ വല്ല കാര്യത്തിനും പോകുമ്പോൾ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. ദൈവമേ, അവരുടെ മനസ്സുകളെ ഒന്ന് മാറ്റി കൊടുത്തേക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വിഴിഞ്ഞം പദ്ധതിയിലെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നിങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേണ്ടതുപോലെ അവര് ഓരോ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. പക്ഷേ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കാനായിട്ട്. അങ്ങനെ പിതാവ് പറഞ്ഞതുപോലെ നമുക്കറിയാം തീരദേശ മേഖലയിലാണ് കേരളത്തിലെ ലത്തീൻ സമുദായത്തിലെ ഭൂരിഭാഗം പേരും താമസിക്കുന്നത്. അതെ. ഇപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ മലയോര മേഖലയിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യങ്ങളാൽ അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. തീരദേശ മേഖലയിലുള്ള ലത്തീൻ സമുദായങ്ങൾ തീരശോഷണം, കടലേറ്റം, അങ്ങനെ വേലിയേറ്റം, അങ്ങനെ പല പ്രശ്നങ്ങളാൽ അവരും ദുരിതം അനുഭവിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മേഖലകളിലും ഉള്ളത് ഈ ക്രൈസ്തവ സമുദായമാണ്. അത് വളരെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? നമ്മുടെ ഒരു അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കല്ലേ ഇത്തരം പ്രശ്നങ്ങൾ പോകുന്നത്? അതെ, നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന രീതി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള MLA-മാരുണ്ട്. അവരൊക്കെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി തീർന്നാൽ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. പാർട്ടി പറയുന്നത് മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് പാർട്ടിയോട് പറയണം ഇതെന്റെ സമൂഹം ഇങ്ങനെയാണ്. അതിന് ചില പാർട്ടികൾ നമ്മൾ എടുത്തു നോക്കിയോ, അവരവരുടെ സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അത് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാൽ നമ്മളുടെ ആളുകൾ തന്നെ MLA-മാര് MP-മാരൊക്കെ പലപ്പോഴും നിഷ്ക്രിയമായിട്ടിരിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ മറിച്ച് അവരെല്ലാവരും നേരിട്ട് വന്ന് എൻ്റെ ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ഇടപെടും എന്ന് പറയാനുള്ള ചങ്കൂറ്റം ചിലർക്കുണ്ട്, എല്ലാവർക്കും ഇല്ല. അതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും നമ്മൾ മോശപ്പെട്ട രീതിയിലേക്ക് പോകില്ല. ഇപ്പോൾ നമ്മൾ ഈ കൊല്ലം 2025 പ്രത്യാശയുടെ വർഷമാണല്ലോ. അപ്പോൾ നമുക്ക് പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകാൻ നോക്കാം. നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന് പറയുന്നു. ഞാൻ അത്തരത്തിലുള്ളൊരു സമീപനം എടുക്കുന്ന ആളാണ്. ഒന്നിലും നമ്മൾ മുഴുവൻ തിന്മയായിട്ടൊന്നും കാണണ്ട. ചില നന്മയുണ്ടാവും. ആ നന്മയെ പരിപോഷിപ്പിക്കാൻ, വളർത്തിക്കൊണ്ടുവരാൻ ഒക്കെ നോക്കില്ല. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളുടെ MLA-മാരും MP-മാരും വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നടത്തിക്കാനായിട്ട് സാധിക്കും. അവർ കുറച്ചു നാൾ മുമ്പ് അവരെല്ലാവരും കൂടി നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ കാണുകയുണ്ടായി. അപ്പം അന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു. അവിടെ മെത്രാന്മാരും ഉണ്ടായിരുന്നു, MLA-മാരും MP-മാരും ഉണ്ടായിരുന്നു. അപ്പം അതുപോലെയൊക്കെ പറയുമ്പോൾ അവരെ സ്വാധീനിക്കാനൊക്കെ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. പിതാവ്, വിഴിഞ്ഞം സമരം പോലെ തന്നെ കേരളത്തിലെ ലത്തീൻ സമുദായം വളരെ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചൊരു ഐതിഹാസിക സമരമാണ് മുനമ്പം സമരം. പ്രത്യേകിച്ച് വഖഫുമായി ബന്ധപ്പെട്ട ആ ഒരു നിയമങ്ങൾക്കെതിരെ ഈ വഖഫ് നിയമത്തിലെ അപാകതകൾ, ഇന്ത്യയെ പോലുള്ളൊരു മതേതര രാജ്യത്തിൽ അതിൻ്റെ നിയമത്തിലെ പല പ്രശ്നങ്ങളും അത് ചർച്ച ചെയ്യപ്പെടാൻ ഇടയായത് മുനമ്പം സമരം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നിയമത്തിലും പല അപാകതകളും നിലവിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് നിയമസഭയിൽ ഈ വഖഫ് ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. അതിനെതിരെ നിയമസഭയിൽ ഏകകണ്ഠേന ഇടത് വലത് മുന്നണികൾ പ്രമേയം പാസ്സാക്കുന്നു. കുറെ മുനമ്പത്തെ ജനങ്ങൾ മാത്രമല്ല, സമാനമായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തെ നിയമത്തിന്റെ പ്രശ്നം മൂലം പലരും കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ച ആ ഒരു നിലപാടിനെ, അല്ലെങ്കിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അവർ സ്വീകരിച്ച ആ ഒരു നിലപാടിനെ പിതാവ് എങ്ങനെ നോക്കിക്കാണും? അതായത് അവർ നിലപാടുകൾ എടുക്കുമ്പോൾ അത് ശരിക്കും പഠിച്ചിട്ടായിരിക്കണം. ഇമോഷണലായിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. അല്ലെങ്കിൽ അത് ആ ഭാഗത്ത് ഞാൻ നിൽക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്യരുത്. മറിച്ച് ഇത് പൊതുസമൂഹത്തിന് നല്ലതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തെ കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യും, അപ്പം അത് മാറ്റുവാൻ വേണ്ടി ഇവരുടെ ഭാഗത്തു നിന്ന് അവർ പ്രയത്നിക്കണം. ആരും ആർക്കും എതിര് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിയമനിർമ്മാണങ്ങൾ നടത്താം, കാര്യങ്ങൾ നടത്തി
ആരാണ് ഇവിടെ പരാജയപ്പെടുന്നത്, ആർക്കാണ് വിഷമങ്ങൾ ഉണ്ടാക്കുന്നത്, അത് ദൂരീകരിക്കാൻ ഈ ഭരണ സംവിധാനത്തിന് കഴിയും. ഒരു നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതാണ്. മനുഷ്യന്റെ പ്രയാസങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും കണ്ടിട്ട് അത് ആരും ചോദിക്കാതെ തന്നെ ചെയ്തു തരുന്ന ഒരു ഭരണ സംവിധാനം അത് ആവശ്യമാണ്. ഒരു തല്ലി തകർന്നെടുക്കുന്ന റോഡ് ജനങ്ങൾ ദിവസേന കുറേ നാൾ ഒച്ച ഉണ്ടാക്കിയിട്ട് മാത്രം നന്നാക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതിനപ്പുറം ഈ റോഡ് ചെയ്തതാണ്, ഞങ്ങൾ നന്നാക്കാൻ പോകുന്നു, അങ്ങനെ. അപ്പം വോളണ്ടറി ആയിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഭരണക്കാർക്ക് സാധിക്കണം. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാത്തത് എനിക്ക് തോന്നുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ആദർശങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള പാർട്ടികളുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർക്ക് ശമ്പളം കിട്ടുന്നത് ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നാണല്ലോ. അപ്പം അവരെ തൃപ്തിപ്പെടുത്തി അവരങ്ങ് മുന്നോട്ട് പോകും. പക്ഷേ ജനങ്ങളുടെ പൈസയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം അവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മനംമാറ്റം, ഒരു ശൈലി മാറ്റം, ഒരു കൺവേർഷൻ, ഒരു മാനസാന്തരം എല്ലാവർക്കും ഉണ്ടാകണം. ഇതെന്റെ ജനം, ഇതെന്റെ മണ്ണ്, ഇവരെ വളർത്തേണ്ടത് എൻ്റെ കടമയാണ്. അവിടെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, പാർട്ടി നോക്കണ്ട. ഉദാഹരണമായിട്ട് ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാള് വിജയിച്ചു, മുഖ്യമന്ത്രിയായി. ആ മുഖ്യമന്ത്രി ആരുടെ മുഖ്യമന്ത്രിയാ? എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, അല്ലേ? അപ്പം അദ്ദേഹത്തിന് എല്ലാവരും നോക്കാനുള്ള ബാധ്യതയുണ്ട്. ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം ജയിക്കുന്നത് ഒരു പാർട്ടിയുടെ പേരിലായിരിക്കും. പക്ഷെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭരണഘടന അവകാശങ്ങൾ കൊടുക്കുന്നു, കടമകൾ കൊടുക്കുന്നു. അത് എല്ലാവരെയും ചേർത്ത് നിർത്താനും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാവർക്കും നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ ഭരണത്തിലിരിക്കുന്നവർക്ക്, പാർട്ടിക്കാർക്കൊക്കെ ഉണ്ടാകണം. അതുണ്ടാകാനുള്ള സ്വാധീനം നമുക്ക് എങ്ങനെ ചെലുത്താൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം ഈ സാധാരണയായിട്ട് പറയുന്നത്, ഒരു പണ്ടെല്ലാം കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പുസ്തകം എഴുതി, പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ അറിയാമോ? പൗളോ ഫ്രൈറോ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഇന്ന് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒപ്രസേഴ്സ് ആൻഡ് ഒപ്രസ്ഡ്, മർദ്ദിതരും അതുപോലെ തന്നെ മർദ്ദിക്കപ്പെടുന്നവർ, അല്ലേ? അങ്ങനെ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. ഇത് ഓരോരുത്തരും മാറി മാറി അധികാരത്തിൽ വരും. 5 കൊല്ലത്തേക്ക് ഒരു പാർട്ടി മർദ്ദിക്കും, അത് കഴിഞ്ഞ് ഈ പാർട്ടിയുടെ സ്ഥാനത്ത് അവർ വരും, അവരും മർദ്ദിക്കും. അപ്പൊ ഈ മർദ്ദനവുമായിട്ട് എങ്ങനെ പോണത്? മറിച്ച് എൻ്റെ ജനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ MLA ആയിരിക്കുന്നത്, എൻ്റെ ജനത്തിന് വേണ്ടിയാണ് MP ആയിരിക്കുന്നത്, എൻ്റെ ജനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ആവുന്നത്, എൻ്റെ ജനത്തിന് വേണ്ടി പ്രധാനമന്ത്രി ആവുന്നത്. എൻ്റെ തോമസും മേരിയും അബൂബക്കറും നബീസയും പിന്നെ വാസുവും സതിയും എൻ്റെ മക്കളാണ്. അവരുടെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യങ്ങളാണെന്നുള്ള കാഴ്ചപ്പാട് ഭരണത്തിലിരിക്കുന്നവർക്കൊക്കെ ഉണ്ടായാൽ സുന്ദരമായ ഒരു പർദീസ തന്നെ നമുക്ക് ഇവിടെ കെട്ടിപ്പടുത്ത് ഉയർത്താൻ സാധിക്കും. കാഴ്ചപ്പാടുകളിൽ മാറ്റം വേണം. പിതാവ്, ഈ മുനമ്പ സമരവുമായി ബന്ധപ്പെട്ട് നീതിക്ക് വേണ്ടി അവർ നടത്തുന്ന ഒരു സമരം, ഇപ്പോൾ അവരുടെ ഒരു നിരാഹാര സമരം 100 ദിനങ്ങളൊക്കെ പിന്നിട്ട് 150 ദിനത്തിലേക്കൊക്കെ അടുക്കുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സമരം വിജയത്തിൽ എത്തും എന്നൊരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസം അങ്ങേക്കുണ്ട്? എൻ്റെ പ്രതീക്ഷ വിജയത്തിൽ എത്തും എന്നുള്ളതാണ്. പല നൂലാമാലകളൊക്കെ ഉണ്ട്, പക്ഷെ എന്ന് എത്തും എന്ന് ചോദിച്ചാൽ അതും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ നിയമത്തിൻ്റെ ഇത് വരുമ്പോൾ നമുക്കറിയാം, കോടതികളൊക്കെ അതിനൊക്കെ സമയമെടുക്കും. സമയമെടുത്ത് ഇപ്പം ഇത് നമ്മളുടെ ഫറൂഖ് കോളേജ് വളരെയധികം ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ ലാൻഡ് വഖഫ് ബോർഡിൻ്റെ അല്ല, അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ. കാരണം അത് അവരുടെ ആവശ്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ഥലം വിറ്റതിൻ്റെ പേരിൽ അവരുടെ പേരിലായിരിക്കും കുറ്റം.
അപ്പം അതുകൊണ്ട് അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇത് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്കൊരു നല്ല മുരമ്പൻകാർക്ക് നല്ലൊരു ഇതാണ്. അങ്ങനെ വരുത്താൻ വേണ്ടി അവർ നോക്കുന്നു. പിന്നെ പ്രത്യേകം ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇത് ഈ ജനങ്ങൾക്ക് അവരുടെ സ്വന്തമായിട്ട് ഈ ഭൂമികൾ കിട്ടണമെന്നുള്ളതാണ്. അപ്പം ആ വശത്തേക്ക് എല്ലാവരും കൂടി വഖഫ് ബോർഡും ഗവൺമെൻറ്റും മറ്റുള്ളവരൊക്കെ ഒരുമിച്ച് നിന്ന് ഈ ജനങ്ങളുടെ ഈ ദുസ്ഥിതി കണ്ടുകൊണ്ട് അവരെ ഉണർത്താൻ, ഉയർത്താൻ ഇവരെല്ലാവരും കൂടി ശ്രമിക്കണമെന്നാണ് നമ്മുടെ ആശ. അത് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെപ്പോഴും ഈ സ്കെപ്റ്റിക്കാന്ന് പറയും, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മുന്നോട്ട് നോക്കി നന്മ കാണാം, പ്രത്യാശയോട് മുന്നോട്ട് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മുൻപം ഇഷ്യൂ സോൾവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് ഈ മലബാർ മേഖല ഈ ദിവസങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2025 ഫെബ്രുവരി 12 ഈ ദിവസം പോലും വയനാട്ടിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ രക്തസാക്ഷിയാകേണ്ടി വരുന്ന ജനങ്ങൾ. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ സംഭവിച്ചു. ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടെ നിരവധി പേർ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളാൽ കൊല ചെയ്യപ്പെടുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായിട്ടുള്ള നിസ്സംഗത സംഭവിക്കുന്നില്ല പിതാവേ? നിലവിലെ നിയമ സംവിധാനങ്ങൾ അത് മൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, മനുഷ്യനെ കാണുന്നില്ല, ആ ഒരു തരത്തിലേക്ക് പോകുന്നില്ല. അത് ആക്രമണങ്ങൾ കൂടി വരുന്നു. ഇപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവന് ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്നു, പിന്നെ കുറെ കഴിഞ്ഞ് വേറൊരാൾ മരിക്കുന്നു. അങ്ങനെ ഒരു റുട്ടീൻ ആയിട്ട് കാര്യങ്ങൾ മലബാർ മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം. ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ ഒരു നിസ്സംഗതാ മനോഭാവം പോലെ നമുക്ക് തോന്നുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള വിചാരമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കണം. നമുക്ക് വനം വേണം, നമുക്ക് മൃഗങ്ങളും വേണം. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ആ നിലയ്ക്ക് എല്ലാത്തിനെയും സംരക്ഷിക്കേണ്ട കടമയുണ്ട്. പക്ഷേ മൃഗങ്ങൾ ഓടിയൊന്ന് മനുഷ്യരെ കൊല്ലാൻ നോക്കുകയാണെങ്കിൽ അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ ചുറ്റും മതിലൊക്കെ കെട്ടി ഈ വനങ്ങൾ മൃഗങ്ങൾ പുറത്തേക്ക് വരാത്ത രീതിയിൽ കുറച്ച് പണം മുടക്കേണ്ടി വരും. ആ പണം മുടക്കി മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ പ്രവർത്തിക്കണം. അത് ഇവർ നിസ്സംഗതയോടെ നിന്നിട്ട് കാര്യമില്ല. ആ നിസ്സംഗത മാറ്റാനായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടിക്കാരും രംഗത്ത് വന്ന് പ്രവർത്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമമോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാത്തതെന്ന് ചോദിക്കാൻ ആളുകൾ പ്രേരിതരാകുന്നുണ്ട്. ഇവരെന്തോ ഒന്നും ചെയ്യാത്തത്? ഇവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? അതൊരു ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. എന്താ അവർ ചെയ്യാത്തതെന്നുള്ളതൊന്ന് നമുക്ക് ഉത്തരവില്ല. ഏതായാലും എല്ലാവരും ഒരുമിച്ച് നിന്നതിന് വേണ്ടി മുറവിളി കൂട്ടണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ മാതിരി കരഞ്ഞ് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ വഴി തേടിയാൽ അതും പറ്റില്ല. നിയമത്തിൻ്റെ വഴിയല്ലേ നമുക്ക് പറ്റുള്ളൂ. അതാണ് ബുദ്ധിമുട്ട്. നമുക്ക് വളരെ അത്യാവശ്യമാണ് വലിയ കുടുംബം. അപ്പോൾ ഭവനമില്ലാത്ത ഒരു കുഞ്ഞു പോലും നമ്മുടെ രൂപത്തിലുണ്ടാകരുത്. അപ്പം ജനങ്ങളെ കൂട്ടാനുള്ള വഴി കുഞ്ഞുങ്ങളുണ്ടാവാന്നുള്ളതാണ്. അത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കളൊക്കെ ശ്രമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.